ചാവക്കാട് എടക്കഴിയൂര് പഞ്ചവടി ബീച്ചിലുള്ള ഫാം വില്ലയിലാണ്. വിവിധയിനം മത്സ്യങ്ങളുടെ അക്വേറിയത്തിന് പേരുകേട്ട മറൈൻ വേൾഡിന്റെ തൊട്ടടുത്ത് തന്നെയാണിത്. അപൂർവ ജീവികളെ തൊട്ടറിയുന്നതിനും കൊഞ്ചിക്കുന്നതിനും അവസരമൊരുക്കിയ ഒരിടം. വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഏറെ കൗതുകമുണർത്തുന്ന ഇണക്കമുള്ള ജീവികൾ. ഇന്ത്യയിൽ അപൂർവമായ ഒരു ജീവി ലോകം ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. കേവലം 150 രൂപയാണ് പ്രവേശനത്തിന്. മൃഗശാലകളിൽ നമുക്ക് ജീവികളെ കണ്ടുപോകാനല്ലാതെ കയ്യിലെടുക്കുന്നതിനോ ലാളിക്കുന്നതിനോ അടുത്ത് പരിചയപ്പെടാനോ മറ്റും നമുക്ക് കഴിയാറില്ല. എന്നാൽ ഇവിടം ഏറെ വ്യത്യസ്തമായ ഒരു ലോകമാണ്. വ്യത്യസ്തമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന ചാവക്കാട്ടെ ഫാം വില്ലയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റും രേഖപ്പെടുത്തി ചാനലിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കണമെന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വെൽക്കം ടു ഷാ വോയ്സ്. ബ്ലൂ ആൻഡ് ഗോൾഡ് അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവു തത്തകൾ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള വലിയ തത്തകളാണ്. ഇവയുടെ വലിപ്പം, വിസ്മയിപ്പിക്കുന്ന നിറം, സംസാരിക്കാനുള്ള കഴിവ്, മനുഷ്യരുമായുള്ള അടുത്ത ബന്ധം എന്നിവ കാരണം വളരെയധികം ജനപ്രിയമായ തത്തകളാണ് ഇവ. ഓസ്ട്രിച്ച് എന്ന ഒട്ടകപക്ഷിയെ ഇവിടെ പരിപാലിച്ചു വരുന്നുണ്ട്. എമു എന്ന പക്ഷികളും ഇവിടെ വളർത്തുന്നുണ്ട്. ഈ കാണുന്നത് ഒട്ടകപക്ഷിയാണ്. തൂവലില്ലാത്ത, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നഗ്നമായ കഴുത്തുകളാണ് ഈ പക്ഷികൾക്ക്. ഇവയ്ക്ക് പറക്കാൻ കഴിയുകയില്ലെങ്കിലും വലിയ ചിറകുകൾ കാണാൻ കഴിയും. ഇങ്ങനെയാണ് എമുവിൽ നിന്ന് ഇവയെ വേർതിരിച്ച് നമുക്കറിയാൻ കഴിയുന്നത്. തെക്കേ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുകളിൽ ഒന്നാണ് ഈ മാർമോസെറ്റ് കുരങ്ങുകൾ. മനുഷ്യൻ്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങുന്ന അണ്ണാനെ പോലുള്ള ഇവയാണ് ലോകത്തിലെ ചെറിയ കുരങ്ങുകൾ അഥവാ പിഗ്മി മങ്കീസ് എന്നറിയപ്പെടുന്നവ. കാഴ്ചയിലേറെ ഭംഗിയുള്ള ഇവ കൗതുകമുണർത്തുന്ന ഒരു ജീവിവർഗം തന്നെയാണ്. നിരവധി തരത്തിലുള്ള മനോഹരമായ പ്രാവുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. നമ്മൾ ആരും കണ്ടു പരിചയമില്ലാത്ത ഇനങ്ങൾ. പക്ഷികളുടെ ഗണത്തിൽ മനോഹരമായ, ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത അലങ്കാര കോഴികളുടെ ഗംഭീരമായ കളക്ഷനും ഈ ഫാം വില്ലയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. നമുക്ക് ലവ് ബേഡ്സിന് തീറ്റ നൽകാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പക്ഷികളുടെ കളക്ഷൻ മനോഹരം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. USA-യിൽ നിന്നും വരുന്ന പർപ്പിൾ ഗ്ലോസി സ്റ്റെർലിംഗ് അഥവാ പർപ്പിൾ സ്റ്റെർലിംഗ് മനോഹരമായ മഞ്ഞ കണ്ണുകളുള്ള ഒരു പക്ഷിയാണ്. തൂവലുകളുടെ മനോഹാരിത ആരുടെയും മനം മയക്കുന്ന ഒന്ന് തന്നെയാണ്. 24 മണിക്കൂറും ഉറങ്ങുന്ന യൂറോപ്പിൽ നിന്നുള്ള ഫെററ്റിനെ ഇവിടെ കാണാൻ കഴിയും. പല്ലികളുടെ വിഭാഗത്തിൽപ്പെട്ട ഓന്തുകളെ, വലിയ ഓന്തുകളെ പോലെ തോന്നിക്കുന്ന ഇഗ്വാനകളുടെ വലിയ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ദേഹത്ത് വെച്ചുകൊണ്ട് തന്നെ ഓമനിക്കുന്നതിനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറുതും ഓമനത്തമുള്ളതും വളർത്താൻ കഴിയുന്നതുമായ ഒരു രാത്രികാല സഞ്ചാരിയായ ഒരു സസ്തനിയാണ് ഷുഗർ ഗ്ലൈഡർ. ഇവ മധുരം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. പറക്കും അണ്ണാൻ എന്നറിയപ്പെടുന്ന ഇവ കാണാൻ അണ്ണാനെപ്പോലെ തോന്നിക്കുമെങ്കിലും കുഞ്ഞുങ്ങളെ കങ്കാരുവിനെ പോലെ സഞ്ചിയിൽ കൊണ്ടു നടക്കുന്നവയാണ്. ഇവയെ കയ്യിലെടുത്തും നമ്മുടെ വസ്ത്രങ്ങളിൽ പിടിപ്പിച്ചും ഓമനിക്കുന്നതിനുള്ള അവസരവും ഈ ഫാം വില്ല അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കഴുത്തിലണിയാനും തൊട്ടുനോക്കാനും കയ്യിലെടുത്ത് പാമ്പിനോടുള്ള ഭയമകറ്റാനും കഴിയുന്ന തരത്തിൽ മലമ്പാമ്പുകൾ അവിടെ വളർത്തി വരുന്നുണ്ട്. ബിയേർഡ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഈ ഡ്രാഗണുകൾ 2 അടിയോളം വലിപ്പം വയ്ക്കുന്നവയാണ്. ഇതിൻ്റെ കഴുത്തിനോട് ചേർന്ന പൗച്ചാണ് ഇതിന് ബിയേർഡ് ഡ്രാഗൺ എന്ന പേര് നൽകാനിടയായത്. ലിസാർഡ് വർഗത്തിൽപ്പെട്ട ഒരു മനോഹരമായ ജീവിയാണ് ഇത്. യൂറോപ്പിൽ നിന്നും വരുന്ന ഏതാനും ഹെഡ്ജ് ഹോഗുകളെ ഇവിടെ നമുക്ക് എടുത്ത് ഓമനിക്കാൻ കഴിയുന്നതാണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ സ്വയരക്ഷയ്ക്കായി ഒരു ബോൾ രൂപത്തിലാകുന്ന കൊച്ചു മുള്ളൻ പന്നികളാണിവ. കുഞ്ഞു മുള്ളുകൾ നിറഞ്ഞ പുറംതൊലിയാണ് ഇവയ്ക്കുള്ളത്. കണ്ടാൽ ഉഗ്ര വിഷമുള്ളതെന്ന് തോന്നിക്കുന്ന എന്നാൽ ഒട്ടും വിഷമില്ലാത്ത മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്കിനെയും നമുക്കിവിടെ കാണാം. തെക്കേ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നുള്ള വലിയ തടിച്ച ഇരുണ്ട തൊലിയുള്ള ഒരു പല്ലിയാണ് ടെഗു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെഗു ഇവിടെ ചാവക്കാട് ഫാം വില്ലയിലാണ് ഉള്ളതത്രേ. സസ്യബുക്കുകളായ പല്ലികളുടെ ഒരു ജനുസാണ് ഇഗ്വാനകൾ. അതിലൊന്നാണ് ഈ പച്ച ഇഗ്വാന. ഇതിനെയും നമുക്ക് ഇവിടെ താലോലിക്കാൻ കഴിയുന്നതാണ്. പല നിറമടിച്ച സിൽക്കി കോഴികളുടെ മനോഹരമായൊരു കളക്ഷനും ഇവിടെയുണ്ട്. ഗോൾഡൻ ഹാൻഡ് ടാമറിൻ എന്നറിയപ്പെടുന്ന ഇവയും ഒരു മാർമോസെറ്റ് കുരങ്ങൻ തന്നെയാണ്.
സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങളോട് കൂടിയ കൈകാലുകളാണ് ഈ കുഞ്ഞൻ കുരങ്ങുകൾക്ക് ഗോൾഡൻ ഹാൻഡ് ടാമറിൻ എന്ന പേര് ലഭ്യമാക്കി. കയ്യിലെടുക്കാൻ കഴിയില്ലെങ്കിലും നല്ലൊരു കാഴ്ച ഈ കുഞ്ഞൻ കുരങ്ങുകൾ നമുക്ക് നൽകുന്നുണ്ട്. കനേഡിയൻ സ്ഫിങ്സ് എന്നറിയപ്പെടുന്ന സ്ഫിങ്സ് പൂച്ച അപൂർവവും ഒപ്പം പ്രത്യേകതയും ഉള്ളതാണ്. ജനറ്റിക് മ്യൂട്ടേഷൻ വഴി സ്വാഭാവികമായും ഉണ്ടാകുന്ന രോമരഹിത പൂച്ചകളിൽ നിന്നും സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് ഇവയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത്തരം ഒരു സ്ഫിങ്സ് പൂച്ച ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓസ്ട്രേലിയക്കാരനായ കേപ്പ് ബാരൻ ഗൂസ് എന്നറിയപ്പെടുന്ന താറാവിനത്തിൽപ്പെട്ട മനോഹരമായ മറ്റൊരു പക്ഷിയെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. വളർത്തുമുയലുകളുടെ ഏറ്റവും പുരാതന ഇനമായാണ് യൂറോപ്യൻ അങ്കോറ മുയലുകളെ കരുതിപ്പോരുന്നത്. അങ്കോറ വൂളിനു വേണ്ടി വളർത്തുന്ന ഒരിനം മുയൽ കൂടിയാണ് ഇത്. ഇവയുടെ നല്ലൊരു ശേഖരവും ഇവിടെയുണ്ട്. ഓസ്ട്രിച്ച് എന്ന ഒട്ടകപക്ഷിയോട് സാമ്യമുള്ള മറ്റൊരു പക്ഷിയാണ് എമു. ഇതിന് കഴുത്തിൽ തൂവലുണ്ടായിരിക്കും, ചെറിയ ചിറകുകളുമാണ്. ഒട്ടകപക്ഷിയെയും എമുവിനെയും ഫാം വില്ലയിൽ വളർത്തുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടറിഞ്ഞ് പഠിക്കാൻ കഴിയും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് 4 കൊമ്പുകളുള്ള ഒരു ആടിനെയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ 4 കൊമ്പുള്ള ഒരു ആടിനെ കണ്ടുമുട്ടുന്നത്. ഇതിന് എല്ലാവരും ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വന്ന സന്ദർശകർ മുഴുവൻ അതിന് തീറ്റ കൊടുക്കുന്നത് കൊണ്ട് അത് അധികം തീറ്റ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ കാണുന്നത് താറാവിനത്തിൽപ്പെട്ടവയാണ്. ബ്ലാക്ക് സ്വാൻ, ക്രസ്റ്റഡ് ഡക്ക് എന്നൊക്കെ പറയുന്ന വിവിധ തരത്തിലുള്ള താറാവുകളെ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായവയും അക്കൂട്ടത്തിലുണ്ട്. ചൈനക്കാരനായ സിംഗ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട മനോഹരമായൊരു ചെമ്മരിയാടിനെയും ഇവിടെ കാണാൻ കഴിയും. ഏഷ്യയിലെ തനതു നാടൻ പശുവിനങ്ങളിൽപ്പെട്ട ഒന്നാണ് പുങ്കന്നൂർ ബുൾ. ഏറിയാൽ 1 മീറ്ററോളമാണ് ഇതിൻ്റെ ഉയരം. ആന്ധ്രയാണ് സ്വദേശം. എന്തായാലും അതിനെയും നമുക്കിവിടെ കാണാൻ കഴിയും. കുതിരകളും കഴുതയും ഒട്ടകവും ഒക്കെ നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ചയോടെ നമ്മൾ ഫാം വില്ലയിൽ നിന്ന് വിട പറയുകയാണ്. 150 രൂപയ്ക്ക് എന്തായാലും വർത്താണ് ഈ കാഴ്ചകളെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏവർക്കും ബൈ ഫ്രം ഷാവോയ്സ്.